പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയെ ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ ഷാക്കറെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത്. ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ശ്രീജിത്ത് പണിക്കർ മറ്റൊരു നിങ്ങൾക്ക് ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിക്കും വലിയ ബേജാറുണ്ടോ? ഇസ്രായേൽ എന്ന ക്രൂരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾക്ക് വലിയ ബേജാറുണ്ടല്ലോ. ഇസ്രായേലിന് അനുകൂലമായി താങ്കൾ സംസാരിച്ചതിനെയാണ് ഷാക്കിർ എതിർക്കുന്നത്. അല്ല, നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഷാക്കിർ. ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നതാണ് ഷാക്കിർ. ആ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ബഹളം ഉണ്ടാക്കാമായിരുന്നു. അല്ലല്ല കുറച്ച് പൗരബോധം കാണിക്കാം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് വേണമെങ്കിൽ അലമ്പാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ തന്റെ തന്തയല്ല എന്റെ തന്ത. താങ്കൾ ഹമാസിന്റെ വക്താവ് അല്ലാതാവുകയും മറ്റുള്ളവർ ഇസ്രായേലിന്റെ വക്താക്കളായിട്ട് താങ്കൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ഞാൻ മറുപടി ആദ്യം പറയട്ടെ. ഒന്ന്, ഹമാസിനെ ചർച്ചയിൽ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ ന്യായീകരിക്കുകയും എന്നാൽ ഹമാസിന്റെ വക്താവല്ല എന്ന് പറയുകയും എന്നാൽ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് രണ്ട് പൊസിഷനുകളും പറയുന്ന ആൾക്കാരെ ഇസ്രായേലിന്റെ വക്താക്കളാണ് എന്ന് സ്ഥിരം രീതിയിലത്തേക്ക് ചാപ്പയടിക്കുകയും ചെയ്യുകയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്. ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് താങ്കൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രതിനിധി അല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും നേരിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചുമതല അതിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കിറിന് എന്താ പൊള്ളുന്ന? എന്തിനാ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? എന്താണ് നിന്റെ പ്രശ്നം? നമ്മുടെ പ്രതിജ്ഞ നമ്മുടെ അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ. അവരെ കൊന്നതിന്റെ ഡിക്ലറേഷൻ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടല്ലോ. ഷാക്കിർ അറിഞ്ഞില്ലേ? ഷാക്കിറിന്റെ ചന്ദ്രികയിൽ അത് അടിച്ചു വന്നില്ലേ? ഷാക്കിറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലും ഒന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. നിക്കട്ടെ, കണ്ടോ? ഇന്ത്യയെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കിർ എന്തിനാ അതിന് പറയുന്നേ? എന്ത് പറ്റിയടാ? തീവ്രവാദികളെ പറ്റിയാ ഷാക്കിറെ പറയുന്നത്. പ്രകോപനം കൊള്ളണ്ട ഷാക്കിറെ. ഞാൻ പറയുന്ന തീവ്രവാദികൾക്കെതിരെ നിങ്ങൾക്കെതിരെ അല്ലെന്നേ ഷാക്കിറെ. ഞാൻ പറയുന്ന മുസ്ലിം ലീഗിന് പറയട്ടെ. ഷാക്കിറെ ബഹളം ഉണ്ടാക്കല്ലേ? തീവ്രവാദികൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ രോഷം കൊള്ളുന്നേ? അതേപോലെ 2023 ഒക്ടോബർ 7 നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു സംഗീത നിശ ഇസ്രായേലിൽ ആഘോഷിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ച് 1200 മുതൽ 1500 ആൾക്കാരെ വരെ കൊന്നപ്പോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഏതാണ് എന്ന് ഇസ്രായേലിന് തീരുമാനിക്കാം. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, അല്ലാതെ ഹമാസ് പോലൊരു ടെററിസ്റ്റ് യൂണിറ്റ് അല്ല. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മുടെ കാശ്മീർ പഹൽഗാമിലെ അറ്റാക്കിന് വന്നിരിക്കുന്നത് പോലത്തെ ഒരു ടെററിസ്റ്റ് യൂണിറ്റ് ആണ്, ഒരു രാജ്യമല്ല. അതുകൊണ്ട് ഒരു രാജ്യം എടുക്കുന്ന തീരുമാനത്തിനെ UN പോലും അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് UN-ന്റെ ചാർട്ടറിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ വക്താവാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഷാക്കറെ, നമ്മൾ വക്താവല്ലെങ്കിലും. പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയെ ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ ഷാക്കിറെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പറ്റി പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ പോകുന്നത് എന്തിനാ? ഞാൻ അതാണ് പറഞ്ഞത്. ഇത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എടുക്കുന്ന തീരുമാനമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ ഷാക്കിറെ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ? സംഘികളല്ലല്ലോ. സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ? ഒരു അവസരം ഷാക്കിറിന് കൂടി. ഷാക്കിർ എന്താണ്?
ജോസിന് എന്തോ ഐഡിയ പറയാണ്ട് എന്താ ജോസേ? അല്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണ്ടേ? അതായത് നിങ്ങൾ വെള്ള പൂശി പോവല്ലേ? ആ ശശിയെ എന്നാണ് ഈ പറയുന്നത്? പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങള്, ഇന്ത്യക്കാരുടെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടിക്കാതെ നിങ്ങൾ ഈ ജാതി കൊലപ്പെടുത്തിയല്ലോ. കൊലപ്പെടുത്തിയടോ സാറേ, ഇതൊക്കെ അറിയണ്ടേ? ചന്ദ്രിക വായിക്കണ്ടേ? പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്തു. അത് ഇനിയും തുടരും, അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ പൊന്നു ഷാക്കറെ. ചന്ദ്രികയും സുപ്രഭാതവും മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചെന്നേ, അതിലുണ്ടായിരുന്നു ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉമ്മാനെ കൊന്നു പീസ് പീസാക്കിയ വാർത്ത വന്നതന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് ചന്ദ്രികയിൽ അച്ചടിച്ച് പോകേണ്ട. ഇനി ശ്രീ കള്ളക്കഥയോ? ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, ഹമാസ് പറയുന്ന വിശ്വാസമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിനെ വിശ്വാസമില്ല. യാഹിയ സിൻവർ ഒക്കെയുള്ള ഹമാസ് പറയുന്നതാണ് ഷാക്കിറിന് വിശ്വാസം. ഇന്ത്യൻ യൂണിയൻ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അത് പോട്ടെ അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?